ഹായ് എവരിവൺ. നെറ്റ് പരീക്ഷ കഴിഞ്ഞു. സിലബസ് മാറുന്നതിന് മുൻപ് ഒരു പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ചാൻസ് ആവാം അടുത്ത പരീക്ഷ. അപ്പോൾ ഈ കഴിഞ്ഞ പരീക്ഷയിലെ പാറ്റേൺ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സെയിം പാറ്റേൺ ആയിരുന്നു, എന്തൊക്കെയാണ് ഇനി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മറ്റ് പ്രോസസ്സുകൾ എന്ന് വരും, നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് അല്ലെങ്കിൽ എന്ന് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാം. ആദ്യം പരീക്ഷയുടെ കാര്യം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ കുറച്ചുകൂടി എന്നത് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ പരീക്ഷ ഒരു മോഡറേറ്റ് ലെവൽ എക്സാം തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ ഫോക്കസ് ഏരിയകൾ തന്നെ പിന്തുടരുന്ന ഒരു എക്സാം ആയിരുന്നു നടന്നത്. വളരെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യവും മിക്ക ഷിഫ്റ്റുകളിലും. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ചുരുക്കം എടുത്ത് മാത്രം റിപ്പോർട്ട് ചെയ്ത താരതമ്യേന നന്നായി നടത്തപ്പെട്ട ഒരു എക്സാം ആയിരുന്നു ജാനുവരി 7 കംപ്ലീറ്റ് ചെയ്ത ഡിസംബർ 2025 സൈക്കിളിലെ നെറ്റ് പരീക്ഷ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ കൂടുതൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. അതിനേക്കാളൊക്കെ ഉപരി I+ന്റെ മാരത്തണിൽ പേപ്പർ 1 ആയാലും മറ്റ് പേപ്പർ 2 സബ്ജക്റ്റുകളാണേലും കൊമേഴ്സിലൊക്കെ ചോദ്യങ്ങൾ അതേപടി റിപ്പീറ്റ് ചെയ്തു എന്ന് വിദ്യാർത്ഥികളുടെ കമന്റുകളും നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജുകളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചു. അപ്പൊ നിങ്ങൾ പരീക്ഷ എഴുതിയ ഒരാളാണെങ്കിൽ ഇനി കാത്തിരിക്കേണ്ടത് അടുത്ത ആഴ്ചകൾക്കുള്ളിലായിട്ട് റെസ്പോൺസ് ഷീറ്റ് വരും. അത് വന്നാൽ 2-3 ദിവസമേ ഡൗൺലോഡ് ചെയ്യാനായിട്ട് മാക്സിമം ടൈം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെസ്പോൺസ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വീഡിയോ ചെയ്യാം. അതിനുശേഷം ഒരു 3 to 4 വീക്സിനുള്ളിലായിട്ടായിരിക്കും ടെൻഡേറ്റീവ് ആയിട്ടുള്ള ആൻസർ കീയും അത് ചലഞ്ച് ചെയ്യാനുള്ള അവസരവും റിസൾട്ടും ഒക്കെ വരുന്നത്. അപ്പൊ റിസൾട്ടിന് ഏറെക്കുറെ നിങ്ങൾക്കൊരു 30 to 40 ഡേയ്സ് പ്രതീക്ഷിക്കാം. അതിനുള്ളിൽ റിസൾട്ട് വരും. ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവരോടുകൂടി പറയുകയാണ്, പഠനം നിങ്ങൾ നിർത്തരുത്. ഈ 30-40 ദിവസം നിർത്തിക്കഴിഞ്ഞാൽ അതൊരു 1.5 മാസം റഫായിട്ട് വരും. അത്രയും നാൾ പഠിക്കാതിരുന്നാൽ 6 മാസം കഴിഞ്ഞ് വരുന്ന പരീക്ഷയ്ക്ക് വീണ്ടും അപ്പിയർ ചെയ്യേണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ ടോപ്പ് 6%, 1% മാത്രമാണ് സെലക്ടഡ് ആവുന്നത്. PhDക്കുള്ള യോഗ്യത എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടിയാൽ പോലും നെറ്റോ JRFോ നേടേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഈ 6% പെടാത്ത 94% പേരും വീണ്ടും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടവർ. അത് മനസ്സിലാക്കുക. ഇന്നും നാളെയും ഒരു ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് കൂടി നിങ്ങൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് തിങ്കളാഴ്ച തൊട്ടെങ്കിലും വീണ്ടും പഠിച്ചു തുടങ്ങുക. അതിനായിട്ട് നമ്മുടെ പുതിയ ഓൺലൈൻ ഓഫ്ലൈൻ റെക്കോർഡഡ് ബാച്ചുകൾ I+ന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെയുള്ള ബാച്ചുകൾ മൺഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുട്ടികളൊക്കെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സിലബസ് ഇപ്പം മാറും എന്ന് കുറെ നാളായിട്ട് പറയുന്നുണ്ട്. പറയാനുള്ള റീസൺ, ഒരു വർഷം മുമ്പ് സിലബസ് മാറ്റത്തിന് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. 2019 തുടങ്ങി ഇപ്പോൾ 6-7 വർഷമായിട്ട് പഴയ ഒരേ സിലബസിലാണ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും ഓർക്കുക. അപ്പൊ ഏത് സൈക്കിളിൽ വേണമെങ്കിലും ഒരു 3 to 6 months എങ്കിലും മുൻകൂട്ടി അറിയിച്ചിട്ടേ സിലബസ് മാറും. അതുകൊണ്ടാണ് ജൂണിൽ 2026 ജൂണിൽ കൂടി നമുക്ക് ഈ സെയിം സിലബസ് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു ലാസ്റ്റ് ചാൻസ് എന്നുള്ള നിലയിൽ തന്നെ ഇത് മനസ്സിൽ കണ്ട് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് പരിഗണിച്ച് തന്നെ പഠിച്ചു തുടങ്ങുക. കാര്യം നമ്മുടെ മനസ്സിൽ ഒരു വിഷൻ ഇല്ലെങ്കിൽ, ഒരു തീരുമാനം ഇല്ലെങ്കിൽ, നമ്മളൊരു അടിയുറച്ചൊരു കാര്യത്തിനായിട്ട് പരിശ്രമിക്കുന്നില്ലെങ്കിൽ വിജയിക്കാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പരീക്ഷയാണ് നെറ്റ് പരീക്ഷ. എന്നാൽ നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ടോപ്പ് 6ലേക്കും 1%ലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കും. I+ന്റെ കഴിഞ്ഞ 5 വർഷത്തെ ജേർണി അതിന് പ്രൂഫാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആണ് ആവശ്യമെങ്കിൽ I+ന്റെ ടീമിനോടൊപ്പം ഇത്തവണത്തെ നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. നിങ്ങളെ I+ലേക്ക് വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പഠിക്കുകയും നല്ലൊരു വിജയം നേടിയെടുക്കുകയും ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ്.